ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൾത്താരയിൽ നിന്നുകൊണ്ട് മാതാവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാകുവാൻ, അത് ഈ സമൂഹത്തിന് മുമ്പിൽ പ്രഘോഷിക്കുവാൻ എന്നെ ഒരുക്കിയെടുത്ത പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയട്ടെ. ഇത് എൻ്റെ നീസ് സിയ മരിയ, ഞാൻ ഷേർലി സുരേഷ്. ഞാൻ കോഴിക്കോട് പുതിയറയിലുള്ള CSI ചേർച്ചിൽ നിന്ന് വരുന്നു. സിയ ചെറുവണ്ണൂരിലുള്ള സേക്രഡ് ഹാർട്ട് ചേർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ ഇത് 6ാമത്തെ തവണയാണ് ഉടമ്പടി പുതുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഡിസംബറിലാണ്. അതിനു മുമ്പ് ഞാൻ കൃപാസനത്തെപ്പറ്റി കേട്ടിരുന്നു. അക്രൈസ്തവനായ ഒരു സഹോദരനിൽ നിന്നും എനിക്ക് കൃപാസനം പത്രം ലഭിച്ചു. ഞാൻ ആ പത്രം വായിച്ചു. എനിക്ക് ആ കാലം മുതൽ തന്നെ ഒരു അനുഗ്രഹമായിരുന്നു. ഈ പത്രം കയ്യിൽ വെച്ചപ്പോൾ തന്നെ എനിക്കൊരു ആത്മവിശ്വാസം എവിടെ നിന്നോ കൈവന്നു. പക്ഷേ എനിക്ക് കൂടുതൽ മാതാവിനെ പറ്റി അറിഞ്ഞത് ഞാൻ 2022 ആണ്. അന്ന് ഈ പത്രം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ എന്തോ ഒരു അദൃശ്യ ശക്തി എന്നിലേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നി. ഇനി മുതൽ എന്നോടൊപ്പം അമ്മയുണ്ടാകുമെന്നൊരു ബോധ്യം വന്നു. ഞാൻ വേഗം തന്നെ യൂട്യൂബിൽ ഓൺലൈനിൽ ഈ ചാനലിൽ കയറി ഉടമ്പടിയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും കൂടുതൽ അറിഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. പിന്നീട് പതിവായി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും സായാഹ്ന പ്രാർത്ഥനയിലും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലുമെല്ലാം പങ്കുകൊണ്ടിരുന്നു. 2022 ഡിസംബറിൽ എന്നെ മാതാവ് ഈ തിരുനടയിലെത്തിച്ചു. വളരെയേറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇന്ന് എനിക്കെൻ്റെ ജീവിതത്തിൽ ഏത് ടഫ് സിറ്റുവേഷൻ വരുമ്പോഴും എനിക്ക് തോന്നുന്നത് എൻ്റെ മാതാവ് എന്നോട് കൂടെയുണ്ടല്ലോ, ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്. എൻ്റെ മനസ്സിൽ വരുന്ന വാക്യം ഇതാണ്: ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും താമ്രവാതിലുകൾ തകർക്കുകയും ചെയ്യും. നിൻ്റെ ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയുന്നതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ തരും എന്ന വാക്യമാണ്. എനിക്ക് ആദ്യമായി ഞാൻ വെച്ച നിയോഗം, എനിക്ക് കാലിന് 4 വർഷമായിട്ട് പ്ലാന്റാർ ഫേഷ്യേറ്റീസ്, അതായത് ഉപ്പൂറ്റ് വേദന, ഭയങ്കര വേദനയായിരുന്നു എനിക്ക് കാലിന്. നിൽക്കാനൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ അധ്യാപികയാണ്, അതുകൊണ്ട് തന്നെ നിന്ന് പഠിപ്പിക്കുമ്പോൾ ഞാൻ വളരെയേറെ വിഷമിച്ചിരുന്നു. നിയോഗം വെച്ച് ഉടമ്പടി തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സൗഖ്യം ലഭിച്ചു. പിന്നീട് എൻ്റെ ഭവനത്തിൽ എന്ത് പ്രതിസന്ധി വരുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ സൗഖ്യം ലഭിക്കുന്നു. ഒരു ഹൈന്ദവ സ്ഥാപനത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്, കോഴിക്കോട് ഭാരതീയ വിദ്യാഭവനിൽ. അവിടെയുള്ള ഒരേ ഒരു ക്രിസ്ത്യൻ ടീച്ചർ ഞാനാണ്. നേരത്തെ 2 പേരുണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെയുള്ള അക്രൈസ്തവ സഹോദരങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വരുമ്പോഴും ടീച്ചർ ഒന്ന് പ്രാർത്ഥിക്കുമോ, ടീച്ചറുടെ ആലപ്പുഴയിലുള്ള മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുമോ, ഞാൻ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ അവരൊക്കെ നേർച്ചയിടാൻ പണം തന്നേക്കും. അങ്ങനെ ആ സഹോദരങ്ങളുടെ ഇടയിലും നമ്മുടെ മാതാവിനെ പ്രഘോഷിക്കാൻ പറ്റി എന്നതും മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഒരു വിശ്വാസി സമൂഹം എനിക്ക് അവിടെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതും. ഇനി ഞാൻ ആദ്യമായി ഇവിടെ പറയാൻ പോകുന്ന ഏറ്റവും വലിയ സാക്ഷ്യം എൻ്റെ നീസ് സിയ മരിയയുടെ ജീവിതത്തിലേക്ക് മാതാവ് ഇറങ്ങി വന്നു തന്ന അനുഭവമാണ്. അതായത് സിയ മരിയ BSc നഴ്സിംഗ് കഴിഞ്ഞു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നഴ്സായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം മോള് സൗദിയിലേക്ക് പോകാനുള്ള ഡാറ്റ ഫ്ലോ ഒക്കെ കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എക്സാമിന് അപ്ലൈ ചെയ്തു, എല്ലാം റെഡിയായിരുന്നു. ആ സമയത്താണ് എക്സാമിന് വിളിച്ച സമയത്ത് മോളുടെ പാസ്പോർട്ട് എംബസിയിലായിപ്പോയി. മകളോട് എന്തെങ്കിലും ഒരു ക്ലിയർ പ്രൂഫ് കൊണ്ടുവരണം എന്ന് അവർ പറഞ്ഞിരുന്നു. സൈനുള്ള ഒരു പ്രൂഫ് വേണം എക്സാം എഴുതണമെങ്കിൽ. എങ്കിൽ പാൻ കാർഡ് എടുക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ പാൻ കാർഡിൽ സൈനുമില്ല. ആകെ മോള് വിഷമിച്ചു. എക്സാം എഴുതാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഇത് നഷ്ടപ്പെട്ടാൽ വീണ്ടും അപ്ലൈ ചെയ്തിട്ട് മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ. അത് ഏതാണ്ട് 30,000 അതിന് എക്സാം ഫീയും വരും. സാമ്പത്തികമായി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ വിഷമത്തോടെ നിന്നു. ഒരു നോട്ടറി വക്കീലിൻ്റെ അടുത്തു നിന്നും സാക്ഷ്യപ്പെടുത്തി പോകാമെന്ന് വിചാരിച്ചു. ചെന്നപ്പോൾ വക്കീലിനെ കാണാൻ സാധിച്ചില്ല. ഞങ്ങൾ 2 പേരും വളരെ വിഷമത്തോടെ നടക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണം. ഒരു പ്രൂഫില്ലാതെ എന്തായാലും ഈ എക്സാം എഴുതാൻ സാധിക്കില്ല. അമ്മ മാത്രമേ ഞങ്ങളെ സഹായിക്കാനുള്ളൂ. ഉടനെ എൻ്റെ മനസ്സിലേക്ക് അമ്മ ഒന്ന് പറഞ്ഞു, ആ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ID കാർഡ് കയ്യിൽ കരുതിക്കോളാൻ. ഞാൻ മോളോട് പറഞ്ഞു, മോളെ, ഉടമ്പടി നേർച്ച വസ്തുക്കളും അതുപോലെ ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ID കാർഡും എടുത്ത് മോള് ധൈര്യമായി തിരുവനന്തപുരത്തേക്ക് പോയിക്കൊള്ളൂ. മാതാവ് നമ്മളെ കൈവിടില്ല. മകളും ഉടമ്പടി എടുത്തിരുന്നു. എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് മകളും ഉടമ്പടി എടുത്തിരുന്നു. മകൾ തിരുവനന്തപുരത്തേക്ക് യാത്രയായി. ഞങ്ങൾ ഫാമിലി ഒന്നാകെ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മോൾ എക്സാമിന് വേണ്ടി അവിടെ ഹാളിൽ ചെന്നു. അവർ മോളുടെ ഡേറ്റാസ് എല്ലാം പരിശോധിച്ചു. അപ്പോഴൊന്നും അവർ പറഞ്ഞു, എക്സാം എഴുതാൻ സാധിക്കില്ല. ക്ലിയറായ നിങ്ങളുടെ സൈനുള്ള ഒരു പ്രൂഫുമില്ല. എംബസിയിൽ നിന്ന് പാസ്പോർട്ട് വന്നാലല്ലാതെ എഴുതാൻ പറ്റില്ല. മകൾ അവിടെ നിന്ന് കരഞ്ഞു. മാതാവിൻ്റെ ഉടമ്പടി കാശിനിപ്പോൾ മകൾ മുറുകെ പിടിച്ചു നെറ്റിയിൽ തൈലം പൂശി
മാതാവേ മാതാവേ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ മകൾ അവിടെ നിന്നു. അപ്പോൾ മോളുടെ കയ്യിലിരുന്ന ഫയൽ വളരെ ട്രാൻസ്പെറൻ്റായ ഒരു ഫയലായിരുന്നു. അവിടെ ഇരുന്നൊരു എക്സാമിനർ ചോദിച്ചു, അതെന്താണ് കുട്ടി ആ കാർഡ് കാണുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ മോൾ പറഞ്ഞു, ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ ID കാർഡാണ്, ഒന്ന് തരൂ നോക്കട്ടെ എന്ന് പറഞ്ഞു. അവരത് കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ എല്ലാം മോളെ പറ്റിയുള്ള ഡേറ്റാസ് എല്ലാം അതിൽ ക്ലിയറായി വന്നു. ഇത് മാതാവ് നേരിട്ട് തന്ന അത്ഭുതമാണ്. ഇതാണ് എൻ്റെ മകളുടെ ജീവിതത്തിലേക്ക് ദൈവം തന്ന അത്ഭുതം. മകൾ എക്സാം എഴുതാൻ കയറുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, ഒരുപാട് മനോവേദന അനുഭവിച്ചു. എങ്കിലും മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മകൾ എക്സാം എഴുതി, എക്സാം പാസ്സായി, വിസ വന്നു. ഇനി ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടിയേ വരാനുള്ളൂ. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ മകൾ ആ ടിക്കറ്റ് വരും. അപ്പോൾ സൗദി അറേബ്യയിലേക്ക് പോകും. ഇത് മാതാവ് നേരിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ സാക്ഷ്യം മകൾ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. മാതാവും തിരുക്കുമാരനും മകളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു. ഇനി സൗദിയിൽ ചെന്നാലും ഓൺലൈനിൽ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുമെന്ന് മകൾ പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് കുറേ കടബാധ്യതകളുണ്ടായിരുന്നു, അത് വീട്ടുവാൻ മാതാവ് സഹായിച്ചു. എൻ്റെ മക്കളുടെ ബിസിനസ്സിലൊക്കെ നല്ല രീതിയിൽ മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം ഞാൻ ഓട്ടോ സ്റ്റാൻഡിലുള്ള ഓട്ടോ ഡ്രൈവർമാർക്കും കച്ചവടക്കാർക്കും അക്രൈസ്തവരിലാണ് ഞാൻ കൂടുതൽ പ്രവർത്തിക്കുന്നത്. പിന്നെ CSI സഭാംഗങ്ങൾ അങ്ങനെ മാതാവിൽ വിശ്വാസമുള്ളവരല്ല. ഞാൻ ജനിച്ചു വളർന്നത് കത്തോലിക്ക സഭയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വിശ്വാസം അവരിലേക്ക് പകർന്നു. അങ്ങനെ അവരും കുറേ പേർ എന്നോട് പത്രം സ്ഥിരമായി ചോദിച്ചു വാങ്ങും. പള്ളിയിലെ അച്ഛന്മാർ പോലും എന്നോട് പത്രം വായിക്കും. അവർ ആ മാതാവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട്. പിന്നെ ഓട്ടോ ഡ്രൈവേഴ്സൊക്കെ. ഒരു 20 lakhs കടബാധ്യത എനിക്കുണ്ടായിരുന്നു. എനിക്കൊരു ഹയർ ഗ്രേഡ് പ്രൊമോഷൻ ജോലി ലഭിച്ചു. മക്കളുടെ ബിസിനസ്സും അഭിവൃദ്ധിപ്പെട്ടതോടെ ഏതാണ്ട് ഞങ്ങൾക്ക് ആ കടബാധ്യതകൾ ഞങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങൾ ആ കടബാധ്യതകൾ ഒരിക്കലും എൻ്റെ മനസ്സിനെ ആകുലപ്പെടുത്താറില്ല. കാര്യം എപ്പോഴും മാതാവ് ഞങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. അതുപോലെ ഞാൻ ഇടവകയിൽ പാവപ്പെട്ട ആളുകൾക്കൊക്കെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യാനുള്ളപ്പോൾ ചെയ്യും. ഭക്ഷണ കിറ്റൊക്കെ, അരി സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള കിറ്റുകളൊക്കെ വിതരണം ചെയ്യുമ്പോൾ അതിലേക്കൊക്കെ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥനയിൽ ഇങ്ങനെ നിൽക്കും. ഹോസ്പിറ്റലുകളിൽ കൊണ്ട് പത്രം കൊടുക്കും. പിന്നെ ചർച്ചിൻ്റെ CSI സഭയിൽ പാസ്റ്ററേറ്റ് കൗൺസിൽ മെമ്പേഴ്സായിട്ട് സ്ത്രീകൾക്കും പങ്കുചേരാം. അങ്ങനെ ഞാൻ ഇടവകയിലെ എല്ലാ ശുശ്രൂഷകളിലും സഭയിലെ അച്ഛനോടൊപ്പം നിന്ന് അസിസ്റ്റ് ചെയ്യാറുണ്ട്. സഭയിൽ വചനപ്രഘോഷണം നടത്താറുണ്ട്. ഇതെല്ലാം എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്നതാണ്. അനേകം ആളുകൾക്ക് ഈ ഉടമ്പടി സാക്ഷി അവരുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി. ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ മമ്മി ഇവിടെ പറഞ്ഞതുപോലെ എൻ്റെ മമ്മിയുടെ ഒരാളുടെ പ്രാർത്ഥനയുടെ മെറിറ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ആ എക്സാം എഴുതിയത്. കാരണം അവസാനം എംബസിക്കാർ എന്നെ കൈവിട്ടു. ഞാൻ സൗദി കമ്മീഷൻ മെയിൽ അയച്ചു. അവരും പറഞ്ഞു എക്സാം ക്യാൻസൽ ചെയ്തേ പറ്റും. വിസ ഓൾറെഡി എംബസിയിൽ അറ്റസ്റ്റേഷൻ പോയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ എക്സാം എഴുതിയില്ലെങ്കിൽ എനിക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള മെറിറ്റൊന്നുമില്ല. അപ്പോൾ ഞാൻ മാനസികമായിട്ട് ഒത്തിരി തളർന്നിട്ടാണ് ഞാൻ എക്സാം ഹാളിലേക്ക് ചെല്ലുന്നത്. മമ്മി എന്നോട് ആ ID കാർഡ് എടുക്കാൻ പറഞ്ഞെങ്കിലും ആ ID കാർഡ് ഒന്നും ഒരു ഇൻ്റർനാഷണൽ എക്സാമും ഒരു ഹോസ്പിറ്റൽ ID വെച്ച് എഴുതാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആരും ഇതുവരെ അവിടെ എഴുതിയിട്ടുമില്ല. പക്ഷേ അന്ന് ആ എക്സാം ഹാളിൽ എനിക്കറിയില്ല, അതും ആ എക്സാം ഹാളിലുള്ള സെക്യൂരിറ്റിയാണ് ആ ഒരു ID കാർഡ് കണ്ടത്. ഞാനത് എടുത്ത് കാണിച്ചിട്ട് പോലുമില്ല. എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് മാതാവിൻ്റെ കാശുരൂപവും പിന്നെ ഇവിടുന്ന് ഞാൻ വാങ്ങിച്ച ചെറിയൊരു മാതാവിൻ്റെ സ്റ്റാച്ചു മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് രണ്ടും ആ സെക്യൂരിറ്റി നോക്കിക്കൊണ്ട് നിന്നിട്ടാണ് എന്നോട് പറഞ്ഞത്, ഇയാളുടെ ഫയലിൽ എന്തോ ഒന്ന് ഞാൻ കാണുന്നുണ്ട്, അതൊന്ന് കാണിച്ചു തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ കാർഡാണ്, ഇതുകൊണ്ടൊന്നും, കാരണം ഞാൻ ആധാർ കാർഡ് കാണിച്ചു, എൻ്റെ SLC സർട്ടിഫിക്കറ്റ് കാണിച്ചു, പാൻ കാർഡ് കാണിച്ചു, അതൊന്നും ഒരു വാലിഡ് ആയിട്ടുള്ള പ്രൂഫായിട്ട് അവരെടുത്തില്ല. പക്ഷേ എൻ്റെ ഈ ഹോസ്പിറ്റൽ ID ആണ് ഹോസ്പിറ്റൽ IDയും ATM കാർഡും. ഒരിക്കലും ഒരു സൗദി എക്സാം, ഒരു ഇൻ്റർനാഷണൽ എക്സാം പാസ്പോർട്ട് ഇല്ലാതെ എഴുതുന്നത് ഞാനൊരാളായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വന്ന് എനിക്ക് നേരിട്ട് തന്നൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനും കോടാനുകോടി നന്ദി. യെശയ്യാ 41:9-10 തിരുവചനങ്ങൾ. നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം.
ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഷേർലി സുരേഷ് എന്ന ഈ സഹോദരിയും ബന്ധുവായ മകളും വളരെ സന്തോഷത്തോടു കൂടി പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച സവിശേഷമായ ദൈവാനുഭവങ്ങളെയും വലിയ അടയാളങ്ങളെയും അമ്മയുടെ തിരുവൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും അമ്മ മാതാവ് അറിഞ്ഞ് സ്നേഹിച്ച് വിളിക്കുന്നത് കൊണ്ട് മാത്രമാണ് കൃപാസനത്തിലേക്ക് എത്തിച്ചേരുന്നത്. ആരും നിർബന്ധിച്ച് വരുന്നവരല്ല, ആരും ആകസ്മികമായി എത്തിച്ചേരുന്നതുമല്ല. മറിച്ച് അമ്മ നമ്മുടെ ജീവിതത്തെ കാണുന്നു, അമ്മ നമ്മുടെ ജീവിത വിഷയങ്ങളെ കാണുന്നു, അമ്മ നാം കടന്നു പോകുന്ന ജീവിത പ്രശ്നങ്ങളെ കാണുന്നു. ഇവിടെ എനിക്ക് നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ പ്രശ്നത്തിൽ ഇടപെടുവാനുണ്ടെന്ന് അമ്മ നമുക്ക് തരുന്ന കമ്മ്യൂണിക്കേഷനാണ് നമ്മളെ ഓരോരുത്തരെയും പലരിലൂടെ തേടിപ്പിടിച്ച് ഈ ആലയത്തിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ട് ഈ ആലയത്തിലെത്തുമ്പോൾ ഓർക്കണമേ, അമ്മ എൻ്റെ ജീവിതത്തെ കണ്ടിട്ടുണ്ട്. അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്ത് അമ്മ ആഗ്രഹിക്കുന്നത് പോലെ, ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ജീവിച്ചു തുടങ്ങും. അതെനിക്ക് അനുഗ്രഹത്തിന് കാരണമാകുമെന്ന്. അങ്ങനെ അനുഗ്രഹമായ അനുഭവങ്ങളാണ് ഈ സഹോദരി ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. നമുക്ക് കൂടുതൽ ബോധ്യത്തോടും സ്നേഹത്തോടും കൂടി അമ്മയിൽ ആശ്രയിക്കാം, ജീവിത വിഷയങ്ങളെ സമർപ്പിക്കാം. അമ്മ കാണുന്നു, അമ്മ വിളിക്കുന്നു. ഭയപ്പെടാതെ ജീവിത പ്രതിസന്ധികളെ നേരിടുവാൻ ധൈര്യപ്പെടുത്തുകയാണ്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.